നമ്മൾ ഇവിടെ വന്നിട്ട് ഏവിസിൻ്റെ ഒരു റെൻ്റാ കാർ എടുത്തു. ഇതാണ് ഇവിടുത്തെ പരിപാടി. അല്ലെങ്കിൽ റെൻ്റാ കാർ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ലോസ് ആഞ്ചലസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എയർപോർട്ടിൽ വന്നിറങ്ങി ഇവിടെ നിന്ന് ഷട്ടിൽ ബസ് ഇറങ്ങി 1.5 മണിക്കൂർ പ്രോസസ്സാണ് കേട്ടോ. ഭയങ്കര ലൈനാണ്. വലിയ സീസണൊന്നും അല്ലെങ്കിൽ പോലും ഭയങ്കര തിരക്കാണ്. എനിക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഭയങ്കര ചടങ്ങെന്ന് പറഞ്ഞാൽ ഭയങ്കര താമസമാണ്, ഭയങ്കര ലൈനാണ് ആൾക്കാർ. ഇവിടെയാണ് കണ്ടത് ആൾക്കാർ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലേ. നമസ്കാരം. ലോസ് ആഞ്ചലസിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച് റെൻ്റ് കാർ എടുത്ത് യാത്ര ചെയ്യുകയാണ് ഇവിടെ ഏറ്റവും അത്യുത്തമം എന്ന് എനിക്ക് നിർദ്ദേശം ലഭിച്ചതിനാൽ ഞാനും ഒരു റെൻ്റ് കാർ എടുത്താണ് യാത്ര തുടരുന്നത്. ക്വീൻ മേരി എന്ന സ്ഥലത്തേക്കായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സന്ദർശനം നടത്തിയത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ച ക്വീൻ മേരി എന്ന ട്രൂപ്പ് ഷിപ്പാണ് നമ്മൾ അവിടെ കണ്ടത്. റിട്ടയർഡായ ആ കപ്പൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മ്യൂസിയമായിട്ടും ഹോട്ടലായിട്ടുമൊക്കെയാണ്. ആ കപ്പലിനെ പറ്റിയുള്ള വിശേഷങ്ങൾ അറിയാൻ അതിനെപ്പറ്റി ചെയ്തിരിക്കുന്ന എപ്പിസോഡ് വിശദമായി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് അയോവ എന്ന മ്യൂസിയത്തിലേക്കാണ്. വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് നമുക്ക് ഇന്നും ഉള്ളത്. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോളിവുഡും വലിയ സ്റ്റുഡിയോകളുമൊക്കെയുള്ള ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ എന്ന് വിളിപ്പേരുള്ള സ്ഥലം ലോസ് ആഞ്ചലസ്. നമ്മൾ യാത്ര നടത്തിയിരുന്ന ഈ സമയം ഇവിടെ കാര്യങ്ങളെല്ലാം വളരെ സമാധാനപരമായിരുന്നു. എന്നാൽ കൃത്യം 1 മാസം കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം മാറിമറിയുകയാണുണ്ടായത്. 2025 ജനുവരി 7 ഇവിടെ തുടങ്ങിയ ഒരു തീപിടുത്തം പിന്നീട് അങ്ങോട്ട് വലിയൊരു കാട്ടുതീയായി മാറുകയും ഏകദേശം 40,000 ഏക്കർ സ്ഥലമാണ് അതുമൂലം കത്തി നശിച്ചത്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ നിന്ന് ഇവാക്യുവേഷൻ ചെയ്യേണ്ടി വരിക. നിലവിലെ ഈ തീ കൊണ്ടുണ്ടായ നഷ്ടം ഏകദേശം $60 ബില്യൺ ആണെന്നും എന്നാൽ ഇനി അത് $150 ബില്യൺ ഉയരാമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ലോസ് ആഞ്ചലസിൽ നിന്നും ആരംഭിച്ച കാട്ടുതീയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കപ്പെടുന്നു. കാലിഫോർണിയ, ലോസ് ആഞ്ചലസ് എന്നിവയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഏറ്റവും പണക്കാരായുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിലെ ജീവിതം വളരെയധികം എക്സ്പെൻസീവാണ്. ഈ നഗരവുമായി ചേർന്നുണ്ടാവുന്ന എല്ലാ ഡിസാസ്റ്ററും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടുത്തെ സമ്പന്നരായ മനുഷ്യരെയാണ്. ദീർഘവർഷങ്ങളായി വരൾച്ചയുടെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് കാട്ടുതീയുടെ പിന്നിലെന്ന് അനുമാനിക്കുന്നു. മഴയുടെ ലഭ്യത ഇവിടെ വളരെ കുറവാണ്. 2024 ഇവിടെ അവസാനമായി മഴ ലഭിച്ചത്. പിന്നീട് അങ്ങോട്ട് മഴയുടെ ലഭ്യതയേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ താപനില വളരെയധികം ഉയർന്ന നിരക്കിലാണ് ഉള്ളത്. നമ്മളിനി യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു ബ്രിഡ്ജിലൂടെയാണ്. ഈ ബ്രിഡ്ജിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. വിൻസെൻ്റ് തോമസ് ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അതായത് ഈ ബ്രിഡ്ജിൻ്റെ യാത്ര ചെയ്യുന്ന ഉയർന്ന ഭാഗങ്ങൾ സസ്പെൻഷൻ കേബിളുകൾ ഉപയോഗിച്ച് വെർട്ടിക്കൽ സസ്പെൻഡേഴ്സുമായി ബന്ധിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത്. ഈ ബ്രിഡ്ജിന് മേലെയുള്ള യാത്ര കുറച്ച് ഭയാനകമാണ്. ആദ്യമായി എന്നെപ്പോലെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ നന്നായി ഭയം തോന്നും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഉയർച്ചയാണ്. റോഡിൽ നിന്ന് യാത്ര ചെയ്ത് വാഹനം പതിയെ ഉയരുകയാണ്. നമ്മൾ ആകാശത്തേക്ക് യാത്ര ചെയ്യുന്നത് പോലെ ഒരു അനുഭവമായിരിക്കും ഇത് തരിക. ഇരുവശത്തുമുള്ള കെട്ടിടങ്ങൾ ഇവിടെ ദൃശ്യമാകില്ല. അങ്ങനെ നമ്മൾ ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ആകാശത്തേക്ക് വളരെയധികം ഉയർന്നു പൊങ്ങിയതുപോലുള്ള ഒരു അനുഭവം. ഇത് വളരെയധികം ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ അതിൻ്റെ ഭീകരാവസ്ഥ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാവില്ല. 1963 ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നത്. വളരെയധികം അവിസ്മരണീയമായ ഒരു യാത്രാനുഭവമായിരുന്നു ഈ ബ്രിഡ്ജ് എനിക്ക് തന്നത്. ഒരു വിഷയം വന്നില്ല. ഒരു വിഷയം അത് US തന്നെയല്ലേ? ഒരു വിഷയമില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് അടയാൻ എത്തിക്കൊണ്ട് പോവാം. ശരി. മഴയല്ലേ? വീട്ടിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും ഒരിക്കലും ഞാൻ തനിച്ചാവില്ല, അത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തനിയെ നടത്തുന്ന ഈ ഒരു യാത്രകളിൽ പോലും എനിക്ക് ഒറ്റപ്പെടൽ തോന്നാറില്ല. യെസ്, ഐ ഹാവ് ഗോട്ട് പീപ്പിൾ ബൈ ഹോം, ദെൻ വൈ ഷുഡ് ഐ വറി അബൌട്ട്. അങ്ങനെ ഏകദേശം 45 മിനിറ്റോളമുള്ള യാത്രയ്ക്കൊടുവിൽ ഞാൻ സാൻ പെഡ്രോയിലെത്തിയിരിക്കുന്നു. അയോവ മ്യൂസിയത്തിനരികെ എത്തിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ളത് കാലിഫോർണിയയിലെ സാൻ പെഡ്രോയിലാണ്. ദ ബാറ്റിൽഷിപ്പ് USS അയോവ മ്യൂസിയം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്.
ക്വീൻ മേരിയിൽ നിന്ന് ഏകദേശം 45 മിനിറ്റോളം യാത്ര ചെയ്താണ് ഇവിടെ എത്തുന്നത്. പുരാതന കാലത്ത് യുദ്ധമുഖത്ത് ഉപയോഗിച്ചിരുന്ന വാർഷിപ്പിൻ്റെ ചെറിയൊരു ശേഖരം ഇവിടെയുമുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിരിക്കുന്നു. ദൂരെയായി കപ്പലുകൾ നിർത്തിയിട്ടിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യമാണ്. ഇത് ഒരു കപ്പൽ മ്യൂസിയമാണ്. എന്നാൽ അയോവ എന്ന പേരിന് കീഴെ മറ്റൊരുപാട് മ്യൂസിയങ്ങളും യൂണിവേഴ്സിറ്റിയും ഒക്കെയുണ്ട്. നമ്മൾ ഇപ്പോൾ മുൻപിലായി കാണുന്ന ആ വലിയ പടുകൂറ്റൻ കപ്പലാണ് USS അയോവ ബാറ്റിൽഷിപ്പ്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പടുകൂറ്റൻ കപ്പലിൻ്റെ നിഴൽ പോലും ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങളുടെയും മനുഷ്യരക്തത്തിൻ്റെയും കഥ പറയാനുണ്ട് ഈ വലിയ പടക്കപ്പലിന്. എന്നാൽ ആ പോരാട്ടങ്ങളുടെ കാലം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവൻ വിശ്രമിക്കുകയാണ്. സാങ്കേതികവിദ്യയിലും സംഹാരശേഷിയിലും ഈ കപ്പലിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള കപ്പലുകളാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഈ കിടക്കുന്നവൻ ക്ലാസിക് യുദ്ധങ്ങളുടെ തലതൊട്ടപ്പനാണ്. എനിക്ക് മുൻപെത്തിയ കുറച്ച് സഞ്ചാരികളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ത്യക്കാരായ ആളുകളുണ്ടോ എന്നാണ് എൻ്റെ കണ്ണുകൾ തിരയുന്നത്. എന്നാൽ ഇന്ത്യൻ വംശജരായി തോന്നുന്ന ആരെയും കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ ഡ്രൈവർ വാഹനം പാർക്ക് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അധികം തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. സഞ്ചാരികളായുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രം ഇവിടെയുണ്ട്. വാഹനത്തിൽ നിന്ന് ഇറങ്ങാനുള്ള നിർദ്ദേശം എൻ്റെ ഡ്രൈവർ എനിക്ക് നൽകി. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊള്ളും. How much is the ticket here? So these are the ticket prices up here, and it's a self-guided tour. You'll follow the yellow arrows as you go through. 1938 ഈ കപ്പലിൻ്റെ ഡിസൈനിങ് ആരംഭിക്കുന്നത്. തുടർന്ന് 1940 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. USS അയോവ അല്ലെങ്കിൽ BB-61 എന്നും ഇതിന് പേരുണ്ട്. ഇവിടുത്തെ ഒരു സ്റ്റേറ്റിൻ്റെ പേരാണ് അയോവ. അതിൽ നിന്നാണ് ഈ കപ്പലിൻ്റെ പേര് വരുന്നത്. ഈ കാറ്റഗറിയിൽ നിർമ്മിച്ചിരിക്കുന്ന കപ്പലുകളുടെ കാറ്റഗറിയിൽ 2ാം ലോക മഹായുദ്ധകാലത്ത് അറ്റ്ലാന്റിക് ഓഷനിൽ പങ്കെടുത്ത ഒരേയൊരു കപ്പൽ ഇതാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് അന്നത്തെ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഈ കപ്പലിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അത് ആ കാലത്തെ UK പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ, സോവിയറ്റ് യൂണിയൻ ലീഡർ ജോസഫ് സ്റ്റാലിൻ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ അയോവ മ്യൂസിയത്തിനരികെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ യാത്ര തുടരുകയാണ്. നാളെയുള്ള യാത്ര ലോസ് ആഞ്ചലസിലെ സെലിബ്രിറ്റികളുടെ വീടുകളിലേക്കാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലുമുള്ള സെലിബ്രിറ്റികൾ താമസിക്കുന്ന ഇടങ്ങളിലൂടെ നമ്മൾ നാളെ യാത്ര ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനലിനൊപ്പമുള്ള യാത്രയിൽ പങ്കാളികളായിട്ടില്ല എങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ യാത്രയിൽ എന്നോടൊപ്പം പങ്കാളികളാകൂ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെച്ച് കണ്ടുമുട്ടാം. നന്ദി.